പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ്. കർത്താവിൻ്റെ ധന്യമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതവും വിലയേറിയതുമായ ഈ മനോഹര പ്രഭാതവേളയെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങളായി ഒന്നിക്കൊന്നിരാടം വെച്ചൊക്കെയാണ് ഈ പ്രഭാത ചിന്ത നിങ്ങളുടെ പക്കൽ എത്തുന്നത് എന്നെനിക്കറിയാം. കാരണം എൻ്റെ കുടുംബത്തിൽ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു മരണം സംഭവിച്ചതുകൊണ്ട് അതിൻ്റെ പിന്നാലെയുള്ള ഓട്ടവും കാര്യങ്ങളുമൊക്കെ ആയിരുന്നതുകൊണ്ടും എനിക്ക് വേണ്ട നിലയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ ഈ ഡിവോഷൻ ചെയ്യുവാൻ കഴിഞ്ഞില്ല. എങ്കിലും കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ എന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞ ഒരു കാര്യം, നമ്മൾ ഈ ചെയ്യുന്ന പ്രഭാത ചിന്ത മറ്റ് പല ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്നുണ്ട് എന്നെന്നോട് പറയുവാനിടയായി. അതുകൊണ്ട് മാക്സിമം അത് മുടങ്ങാതെ ചെയ്യണം എന്നുള്ള ഒരു എൻകറേജ്മെൻറ്റ് ആ ദൈവദാസനിൽ കൂടെ എനിക്ക് ലഭിക്കപ്പെടുവാനിടയായി. അപ്പോൾ അത് കേട്ടപ്പോൾ മനസ്സിന് വല്ലാത്ത ഒരു കുളിർമ തോന്നി, വല്ലാത്തൊരു ഫീലിംഗ്. കാരണം നമ്മളറിയാത്ത ധാരാളം പ്രിയപ്പെട്ടവർ ഇത് കേൾക്കുന്നുണ്ട് എന്ന് കേട്ടതിൽ ഒരുപാട് സന്തോഷം. ആകയാൽ ഈ പ്രഭാതത്തിലും അതുകൊണ്ട് മാക്സിമം ഏത് പ്രശ്നങ്ങൾ വന്നാലും അത് നിങ്ങളുടെ പക്കൽ എത്തിക്കുവാൻ എന്നാൽ ആവോളം ശ്രമിക്കാം എന്ന് വാക്ക് തരികയാണ്. ചിലപ്പോൾ അത് നടന്നുവെന്ന് വരികില്ല, എങ്കിലും മാക്സിമം അത് ട്രൈ ചെയ്യുന്നതായിരിക്കും. കർത്താവ് എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മൾ ഈ ദിവസങ്ങളിൽ ദ ന്യൂ ടെസ്റ്റ്മെൻറ്റ് മിനിസ്ട്രി അഥവാ പുതിയ നിയമ ശുശ്രൂഷയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയ ഭാഗം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം എന്ന പാർട്ടാണ്. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം. അപ്പം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുവാനിടയായി. അപ്പം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ കഴിഞ്ഞ പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കിടുവാനിടയായി. ഇനി ഈ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിൻ്റെ രാജ്യം ഭക്ഷണവും പാനീയവുമല്ല. പിന്നീട് എന്താണ് ദൈവരാജ്യത്തിൽ നടക്കുന്നത്? നീതി, സമാധാനം, സന്തോഷം, ഈ വക കാര്യങ്ങളാണ്. ഈ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ദൈവരാജ്യത്തിൻ്റെ ഒരു മുഖമുദ്രയായി മാറാൻ കാരണം എന്താണ്? എൻ്റെ ചിന്തയിൽ പരിശുദ്ധാത്മാവെന്നെ പഠിപ്പിച്ച ഒരാശയം ഞാൻ പറയാം. നമ്മൾ ഈ വസിക്കുന്ന ഭൂമി, ഈ ലോകം, ഈ 3 കാര്യങ്ങൾ ഇല്ലാത്ത ഒരു കാര്യമാണ്. ഒന്ന്, നീതി എന്ന് പറയുന്നത് നമ്മുടെ ഈ ലോകത്തിൽ എവിടെയും കാണുവാൻ കഴിയുന്നതല്ല. 2, സമാധാനം എന്ന് പറയുന്നത് എങ്ങും ലഭ്യമല്ല. 3, സന്തോഷം. നമ്മൾ അനുഭവിക്കേണ്ട യഥാർത്ഥമായ സന്തോഷം ഇതുവരെയും നമ്മൾ അനുഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മുടെയൊക്കെ സമാധാനവും സന്തോഷവും നീതിയും ഒക്കെ എന്ന് തോന്നുന്നതെല്ലാം താൽക്കാലികമാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ നീതിക്ക് വേണ്ടി അലയുന്ന എത്ര പേരുണ്ടെന്നറിയാമോ? പലരും നീതിക്ക് വേണ്ടി അലയുകയാണ്. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഒരു ഹർത്താൽ? ആ ഹർത്താലിൽ അവർ വിളിച്ച മുദ്രാവാക്യം എന്താണ്? കൊല്ലപ്പെട്ട ഒരു ചെറുക്കന് നീതി ലഭിക്കണം. അങ്ങനെ നീതിക്ക് വേണ്ടി നെട്ടോട്ടമോടുന്ന ഒരു സമൂഹത്തെ നമ്മുടെ നടുവിൽ കാണുവാൻ കഴിയും. സമാധാനമില്ലാത്ത ഒരു യുഗത്തിലാണ് ഞാനും നിങ്ങളും വസിക്കുന്നത്. ഇനി നമ്മുടെ ഭരണകർത്താക്കൾ മുതൽ താഴേക്കിടയിൽ കിടക്കുന്ന സകല മനുഷ്യരിലും അസമാധാനത്തിൻ്റെ വിത്തുകൾ ഇങ്ങനെ പാകി അത് നല്ല കിളിർത്ത് പാകമായി നിൽക്കുകയാണ്. കാരണം സമാധാനമില്ല. പല കുടുംബഛിദ്രത്തിൻ്റെ വക്കിലാണ്. പല തലമുറകൾ വഴിവിട്ട ജീവിതം നയിക്കുകയാണ്. പലയിടത്തും സമാധാനമില്ല. സമാധാനത്തിനു വേണ്ടി നെട്ടോട്ടം ഓടുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു ചെറിയ റീൽ, അതിങ്ങനെയാണ്. ഒരമ്മ തൻ്റെ മകന് വിഷം കൊടുത്തിട്ട് ആ അമ്മയും മരിക്കുന്ന ഒരു രംഗമാണ്. ആ റീലിൽ അവർ
കൊടുക്കുന്ന സന്ദേശം ആ ചെറുക്കനെ കൊണ്ട് സമൂഹം ഒരു തലവേദനയായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ സമൂഹത്തിൽ നിന്നും, അവൻ പഠിക്കുന്ന കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നുമൊക്കെ ഇങ്ങനെ കംപ്ലയിൻസ് വരാൻ തുടങ്ങിയപ്പോൾ ഫൈനലി ആ മാതാവ് ചെയ്തത്, ആ മകന് വിഷം വാരിക്കൊടുത്തിട്ട് സ്വന്തം മാതാവും കഴിച്ച് ഈ ലോകത്തോട് യാത്ര പറയുന്ന ഒരു രംഗം. എത്ര ശോചനീയമായ അനുഭവമാണ് ഈ ലോകത്ത് നടക്കുന്നത്. ഇത് കേവലം പൊതുസമൂഹത്തെ ധരിപ്പിക്കുവാൻ, മനസ്സിലാക്കുവാൻ വേണ്ടി ചെയ്ത ഒരു റീലാണെങ്കിലും പറയട്ടെ, അതിൻ്റെ അകത്തൊരു സന്ദേശമില്ലേ? ഇന്നത്തെ ലോകം അസമാധാനത്തിൻ്റെ നടുവിലാണ്. പല കുടുംബങ്ങളിൽ തലമുറകളെ ഓർത്ത് അവർ ഭാരപ്പെടുകയാണ്, അവർ വേദനപ്പെടുകയാണ്. അങ്ങനെ അസമാധാനം. ഇനി രണ്ട്, സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ ഈ ഉദ്ദേശിക്കുന്നത് പോലെ അല്പം മദ്യത്തിലും മയക്കുമരുന്നിലും അല്പം കഞ്ചാവിലും ഒക്കെ, അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്നതിലൊക്കെയുള്ള സന്തോഷം കണ്ടെത്തുന്ന ധാരാളം പ്രിയപ്പെട്ടവരുണ്ട്. എന്നാൽ നിത്യസൗഭാഗ്യവും നിത്യസന്തോഷവും അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരാണ് നാം. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഈ ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നീതിയില്ല, ഇവിടെ സമാധാനമില്ല, ഇവിടെ സന്തോഷമില്ല. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത, ഇത് മൂന്നും വിളയാടുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അത് ദൈവരാജ്യമാണ്. കാരണം ദൈവത്തിൻ്റെ മുൻപിൽ ഒരു മുഖപക്ഷവുമില്ല. ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ്. ദൈവം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. താൻ മാത്രം അമർത്തതയുള്ള ദൈവമാണ്. തത്വത്തിൻ്റെ മുദ്രയും തേജസ്സിൻ്റെ പ്രഭയുമാണ് കർത്താവായ യേശു ക്രിസ്തു. ആകയാൽ ഈ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിപ്പാനാണ് നമ്മെ ദൈവം നിയുക്തരാക്കിയിരിക്കുന്നത്. ആകയാൽ ഈ പ്രഭാതത്തിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഇതിൻ്റെ ബാക്കി ഭാഗം നാളത്തെ പ്രഭാതത്തിൽ കേൾക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹമാക്കി തീർക്കണം, നന്മകളാൽ നിറയ്ക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ.